നമസ്കാരം, N4 ന്യൂസിലേക്ക് സ്വാഗതം. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലോഞ്ചിംഗ് പ്രോഗ്രാം 2024 ജൂലൈ 21 അതിവിപുലമായി നടന്നു. ബ്ലൈൻഡ് ഫെഡറേഷന്റെ കുണ്ടായിത്തോട് സെന്ററിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ലോഞ്ചിംഗ്. ബ്ലൈൻഡ് അംഗങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടി ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ KM അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം പ്രവർത്തനത്തിൽ ഊന്നുന്നത് മലയോളം ഒരു സ്വർണ്ണക്കുപ്പാരം കിട്ടുന്നതിന് അപ്പുറത്താണ്. ഈ ഒരു തിരിച്ചറിവുള്ളവരാണ് ഇതിന്റെ നേതൃത്വത്തിലും എന്റെ മുമ്പിലും പിമ്പിലും ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനത്തിലും പടച്ചവൻ തുണ നൽകട്ടെ. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അലി കണ്ണൂർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മാമുക്ക പനമരം സ്വാഗതം ആശംസിച്ചു. കഥാകൃത്ത് ലത്തീഫ് കൂടലൂരിന് ആദരവ് നൽകി. അബ്ദുസമദ് വരമ്പനാല മുഖ്യ പ്രഭാഷണം നടത്തി. ശുദ്ധിയില്ലാതെ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനം സനാതന ധർമ്മം പുലർത്തുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്കും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിന്തിക്കാതെ ഒരാളെ കൊണ്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു ഒരു പുണ്യവും ഇല്ല. ചിന്തിക്കണം. അതിലെ ഒറ്റൊന്ന് എന്താണ്? ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. അത് നമുക്കാണെങ്കിലും മറ്റൊരാൾക്കാണെങ്കിലും. അപ്പൊ നമ്മൾ കരുതും ദാഹിക്കുന്നവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മൾ കരുതും എങ്ങനെയാണ് വിശക്കുന്നവരെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കൊള്ളുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊരു പ്രവാചക വചനം എല്ലാവരും പറയും, മതപണ്ഡിതന്മാരും പറയും. ഞാൻ പലപ്പോഴും മതപണ്ഡിതന്മാരെ വരെ തിരുത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട്. ഉദ്ഘാടകനായ ഡോക്ടർ KM അബ്ദുൽ ലത്തീഫ് സാറിന്റെയും അബ്ദുസമദ് വരമ്പനാലയുടെയും പ്രഭാഷണം അവിടെ കൂടിയവരെ ചിന്താവഹമുള്ളവരാക്കി. നൌഷാദ് കൊച്ചി, അഷ്റഫ് ദോസ്ത്, അബ്ബാസ് മങ്കട, ഫാത്തിമ സുഹ്റ മലപ്പുറം, അഫ്സർ മാഹി, ഷുക്കൂർ തുവൂർ, സോഫിയ മലപ്പുറം, അൻസാർ ബുസ്താൻ, സുബി കലായി, സോഫിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നസീമ ടീച്ചറും സുഹറയും ലീനി ലൈഫ് ഭിന്നശേഷി കൂട്ടായ്മയ്ക്ക് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങി. പരിപാടിയിൽ മുജീബ് കലായി പാടത്തിന്റെയും സമീർ സപ്പുവിന്റെയും നൌഷാദ് പാണ്ടിക്കാടിന്റെയും ബ്ലൈൻഡ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ഇശൽ വിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക് N4 ന്യൂസ്.
അതിന്റെ വില നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കണ്ടു. ഒരു കുട്ടിക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞ രോഗമായപ്പോൾ ഒരു ചെറിയ മരുന്നിന്റെ വില എത്രയായിരുന്നു? 13 കോടി. ഈ 13 കോടി മനുഷ്യന്റെ സ്പെയർ പാർട്സിലെ ഏത് കോടാന കോടിയിൽ ഒരു സെല്ലിലുള്ള പ്രവർത്തനം ശരിയാക്കാനാണ്. നമ്മുടെ കോടാന കോടി സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഒരു സെല്ലിൽ ഒരു കോശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ലിവർ, കരട് ഇതൊരു കോശമാണ്, കണ്ണ് ഇതൊരു കോശമാണ്. അതിന് തന്നെ കോടാനുകോടി സെല്ലുകളുണ്ട്. ഇതിലെ ഓരോ സെല്ലുകൾക്ക് പ്രവർത്തനം നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സ്പെയർ പാർട്സ് കേടുവന്നാൽ നന്നാക്കാൻ ഒരു ദിവസത്തെ ഒരു ഡോസ് മരുന്നാണ് 13 കോടി രൂപ. സാഹചര്യങ്ങളും കാണാൻ പല വിധത്തിലുള്ള ചാരിറ്റിയാണ്, നല്ല ക്ലാരിറ്റിയോടുള്ള ചാരിറ്റിയാണ്. കൂടുതൽ പറയുമ്പോൾ വിവാദത്തിലേക്ക് പോകും. എന്തായാലും അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ട്. പക്ഷെ എന്താ വിഷയം അറിയോ? സുമി പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഞാനത് ചോദ്യമായിട്ടല്ല, ഞാൻ എന്റെ കാര്യം എന്റേതായിട്ടുള്ള ഒരു നിഗമനം ഞാൻ പറയാം. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വ്യക്തിക്ക് ആവശ്യാനുസരണം ആവശ്യം പോലെ നൽകുന്നതിന്റെ പേരാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാല് വിശന്ന് പൊരിയുന്ന ഒരു മനുഷ്യന് 10,000 രൂപയുടെ ചുരിദാർ കൊണ്ട കൊടുത്താൽ അതിന്റെ പേര് ജീവകാരുണ്യ പ്രവർത്തനം എന്നല്ല. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കവും വെട്ടിയിരിക്കുന്ന ഒരാൾക്ക് ഒരു ബിരിയാണിയുടെ പൊതി കൊണ്ട് കൊടുക്കുന്നതിന്റെ പേര് ജീവകാരുണ്യ പ്രവർത്തനം എന്നല്ല. കയറി കിടക്കാൻ ഒരു ഇടമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ഒരു വിഷയം ചെയ്തു കൊടുക്കുന്നതിന്റെ പേരും ജീവകാരുണ്യ പ്രവർത്തനം എന്നല്ല. ഒരു പഴം ഒരു വ്യക്തിക്ക് കൊടുത്ത് 4 ആള് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന്റെ പേരും ജീവകാരുണ്യ പ്രവർത്തനം എന്നല്ല. തന്റെ ഫോട്ടോ എവിടെയും വരണം എന്ന് കരുതിയിട്ട് ഏത് നന്മ ചിന്തിക്കുന്നതും നന്മയല്ല എന്നുകൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് മനസ്സിലാക്കണം. കയ്യടിക്കണ്ട.
ഒക്കെ എന്തോടെ കൈ വേണം മേലോട്ട് ഉയർത്തിക്കോളെ, എനിക്കും നിങ്ങൾക്ക് പുണ്യുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ.